ഹായ്. ഇപ്പോൾ രാത്രി 12 മണി സമയമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രേതങ്ങളും ഭൂതങ്ങളും പിശാചുകളൊക്കെ ഇറങ്ങി നടക്കുന്ന സമയം. നമ്മളെ പിടിച്ച് തിന്നാനും മാത്രം ശക്തിയുള്ള ഈ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും യക്ഷികളെയൊക്കെ മനുഷ്യൻ പേടിച്ചിരുന്ന പാതിരാത്രി 12 മണിയാണ് ടൈം. ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈറ്റായി. ഇത് ഞാൻ 12 മണിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായി അല്ലേ. പക്ഷെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെയല്ല. പണ്ടത്തെ കാലത്ത് രാത്രി 12 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടമില്ല, വെളിച്ചമില്ല, മൊബൈൽ ഫോണില്ല. ആരെങ്കിലും കൂടെ വന്നെന്നാലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയെന്നാലോ ഒരു കാലടി വയ്ക്കുന്ന ശബ്ദം പോലും അതിഭീകരമായിട്ട് ഫീൽ ചെയ്യുന്ന, ഒറ്റയ്ക്ക് രാത്രി ഒരു 10 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ അന്ന് മനുഷ്യരെയൊക്കെ ഇങ്ങനെ പല പല കാര്യങ്ങളും ചിലപ്പോൾ കള്ളന്മാർ പറഞ്ഞതായിരിക്കും, ചിലപ്പോൾ മറ്റേ ബോംബിടാൻ പോകുന്ന ടീം അവർ പറഞ്ഞതായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് പ്രേതമുണ്ട്, ഭൂതമുണ്ട്, പിശാചുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യരെ എന്ത് ചെയ്ത് പേടിപ്പിക്കലെന്ന് പറഞ്ഞാൽ അന്യായം പേടിപ്പിക്കലാണ്. അത് ഇന്നും നിങ്ങളുടെയും എൻ്റെയും ഒക്കെ മനസ്സിലുണ്ട് കേട്ടോ ഈ പേടിപ്പിക്കൽ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കുറച്ചും കൂടി ഇരുട്ടാണ് കേട്ടോ, ഡാർക്ക്. അപ്പോൾ ലൈറ്റുകൾ കുറവാണ്, എന്നാലും വെട്ടമുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെങ്ങനെ പേടിപ്പിച്ചോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ രാത്രി 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ ഒക്കെ എനിക്ക് ഇറങ്ങി നടക്കുന്നതിന് സിമിത്തേരിയിലായാലും എനിക്ക് ഇറങ്ങി നടക്കുന്നതിന് പേടിയൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. അപ്പോൾ ആ പേടിയില്ലാതായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മളെ കണ്ടീഷൻ ചെയ്യപ്പെട്ടു. എങ്ങനെയാണ് കണ്ടീഷൻ ചെയ്യപ്പെട്ടത്? കണ്ണ് കാണാൻ വയ്യ, അത് ഇരുട്ടാണ് മൊത്തം, അപ്പോൾ താഴെ വെള്ളമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളുടെയൊക്കെ ഒരു ജസ്റ്റ് യക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളെന്ത് ചെയ്യും? യക്ഷി എന്ന് പറയുന്ന ഒരു രൂപം, യക്ഷിയുടെ രൂപം ഒന്ന് സങ്കല്പിക്കുക. രാത്രി 12 മണിക്ക് നടന്നു പോകുന്ന ഞാനിങ്ങനെ യക്ഷി എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എൻ്റെ അമ്മച്ചിയോ, യക്ഷിയുടെ രൂപം സങ്കല്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ തന്നെ വന്നു. വെള്ള സാരിയൊക്കെ കൊടുത്ത് മുടി ഇങ്ങനെ മുട്ടിൻ്റെ താഴെ വരെ ഇങ്ങനെ മുടി കിടക്കുന്ന, ആകാശത്തിങ്ങനെ പൊങ്ങി പറന്ന് നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ രൂപം വന്നില്ലേ. പക്ഷേ ഇംഗ്ലീഷുകാരുടെ യക്ഷി ടൈപ്പൊന്നും അല്ല കേട്ടോ, നമ്മൾ മലയാളികളുടെ യക്ഷിയാണ് ഇങ്ങനെ. അപ്പോൾ ഇനി ഹിന്ദു മതവിശ്വാസി ആയിക്കോട്ടെ, ഇസ്ലാം മതവിശ്വാസി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആരായാലും ഞാൻ പറയാണ് ഭദ്രകാളി കണ്ടോ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഭദ്രകാളിയുടെ രൂപം, അതായത് നമ്മൾ എല്ലാ മതസ്ഥരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഭദ്രകാളിയുടെ രൂപം ഇങ്ങനെയാണ്. ഭദ്രകാളിയുടെ നാവിൽ നിന്ന് ഇങ്ങനെ ചോര ഇറ്റ് വീഴുന്ന, കയ്യിലൊരു തലയൊക്കെ ഇങ്ങനെ മുറിച്ച് പിടിച്ചേക്കുന്ന ഭദ്രകാളി. അപ്പോൾ ഈ ഇമേജൊക്കെ എവിടുന്നാണ് ഉണ്ടായത്? ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ട് പറഞ്ഞേക്കുന്നതാണോ? ആരുടെയോ ഒരു ഹാലുസിനേഷൻ. ആരോ രാത്രിയിൽ ഇരുട്ടത്ത് ഞാനിപ്പോൾ ഈ നടന്നു പോകുന്ന പോലെ, ഇപ്പോൾ വെട്ടമുണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് ഇരുട്ടായിരുന്നു. ആ ഇരുട്ടത്ത് നടന്നു പോയപ്പം അവന് തോന്നിയൊരു ഹാലുസിനേഷൻ. അവൻ വന്നിട്ട് പറഞ്ഞു, അതെ അവിടെ പോകുന്ന വാഗമരത്തിൻ്റെ ചുവട്ടിലൂടെ പോകുമ്പോൾ ഒരു വളയിൽ നിന്ന് ശബ്ദം ഞാൻ കേട്ടു, ഓഡിബിൾ ഹാലുസിനേഷൻ. അതും അല്ലെങ്കിൽ അവൻ പറയും, അതെ ഞാനിങ്ങനെ രാത്രിയിൽ നടന്നു പോകുന്ന സമയത്ത് എൻ്റെ മുന്നിൽ കൂടെ ഒരു രൂപം പാസ് ചെയ്ത് പോകുന്നത് കണ്ടു, വിഷ്വൽ ഹാലുസിനേഷൻ. അപ്പോൾ ഈ ഹാലുസിനേഷനെ അവനിത് പറഞ്ഞു. ഇതിന് ശേഷം അവൻ്റെ ഒരു സുഹൃത്ത് ആ വഴി കൂടെ നടന്നു പോയപ്പോഴത്തേക്കും അവൻ ചിന്തിക്കുകയാണ്, ഈശ്വര പടച്ചോനെ ദൈവമേ, അവൻ സുദീർഘപേർ കഴിഞ്ഞ ദിവസം ഇതുവഴി നടന്നു പോയപ്പോഴാണ് പ്രേതത്തിനെ കണ്ടെന്ന് പറഞ്ഞത്. പിന്നീട് ആ പാവപ്പെട്ടവൻ ഒരു കരിയില അനങ്ങുന്ന ശബ്ദമാണെങ്കിലും അത് പ്രേതമാണ് എന്ന് കരുതി പേടിക്കും. അപ്പോൾ അവിടം തൊട്ട് ആ നാട്, ആ വീട്, ആ സ്ഥലം, ആ ഇടം എവിടവുമായിക്കോട്ടെ, അവിടം പ്രേതത്തിൻ്റെ വാസസ്ഥലമായിട്ട് മാറുകയാണ്. പിന്നീട് അവിടെ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇതേ അനുഭവങ്ങളുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഒരു പ്രീ സെറ്റപ്പിലാണ് വരുന്നത്. മൈൻഡിൽ ഓൾറെഡി എന്തുണ്ട്, അവിടെ ഒരു പ്രേതം ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു അമാനുഷികത്വം വരും. പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയും ബിസിനസ്സിന് വേണ്ടിയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഇത്തരം കാര്യങ്ങളെ ഇവർ ഡെവലപ്പ് ചെയ്ത് ഹൈപ്പുണ്ടാക്കി ആ സ്ഥലങ്ങളെ പുരാതനമായ പല സ്ഥലങ്ങളാക്കി മാറ്റും. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്ത് കണ്ടീഷൻ ചെയ്യപ്പെടുന്നതിൻ്റെ പ്രത്യേകതയാണ്. അല്ലെങ്കിൽ പിന്നെ ഇന്ന് വരുന്ന ഈ യക്ഷിയെ കാണാത്ത നിങ്ങൾക്ക് യക്ഷിയെ കാണാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ യക്ഷിയെ കണ്ടു, ഭദ്രകാളി ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾ ഭദ്രകാളിയെ കണ്ടു. ഇനി ഞാനിങ്ങനെ പറയുന്ന ഓരോ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനും ഇതൊക്കെ കാണും. കാരണം ഞാനും മനുഷ്യനാണല്ലോ. നമ്മുടെ ഏറ്റവും വലിയ ക്രിയേറ്റീവ് ടൂളാണ് മൈൻഡ്.
അപ്പോൾ നിങ്ങൾ ഈ കണ്ടീഷനുകൾ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ വർക്ക് ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. എന്നിട്ട് ഈ പേടിയെ മാറ്റിയിട്ട് ആ ചിത്രം എത്ര മനോഹരമായിട്ടാണ് വരച്ചിരിക്കുന്നത്, ആ പെണ്ണിൻ്റെ മുഖം എത്ര സുന്ദരമായിരുന്നു, ആ പെണ്ണ് തലയിൽ പൂ ചൂടിയിട്ടുണ്ടായിരുന്നു, മുട്ടുവരെ മുടിയുള്ള പെണ്ണിനെ കാണാൻ എന്ത് സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യും. ഇത് തമാശ പറഞ്ഞാൽ കേട്ടോ, പാതിരാത്രിയാണ്, കൂരാകൂരി ഇരുട്ടാണ്, ആ ഇരുട്ടത്താണ് ഞാനീ പോണത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാനുള്ളത്. ഇതിനെയാണ് പറയുന്നത് കണ്ടീഷനിങ് എന്ന്. അപ്പോൾ കണ്ടോ, ഇതെൻ്റെ സ്ക്രീനിൻ്റെ ലൈറ്റേ ഉള്ളൂ, ഇവിടെ ഒന്നും വെട്ടമില്ലണ്ടോ, ഫുള്ളി ഇരുട്ടാണ്. ഓക്കെ, അപ്പോൾ കള്ളം പറഞ്ഞൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടിപൊളി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ വല്ല പ്രേതവും വന്ന് എന്നെ പിടിച്ച് തിന്നുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ ചെല്ലട്ടാ. ബൈ, ഗുഡ് നൈറ്റ്.